ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തിരുവനന്തപുരത്ത് നിന്നും സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. ഇന്നലെ ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് യാത്ര തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിച്ചേരുവാനിടയായി. തുടർന്ന് ദൈവം അനുവദിച്ചാൽ നാളെ തിരിച്ച് ആലപ്പുഴയിലേക്കും തിങ്കളാഴ്ച എൻ്റെ സ്വദേശമായ കണ്ണൂരേക്കും പോകാൻ ആഗ്രഹിക്കുന്നു. യാത്രയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് കർത്തൃനാമത്തിൽ അപേക്ഷിക്കുന്നു. ഇന്നത്തെ ചിന്തയുള്ള ബന്ധത്തിൽ റോമാലേഖനം അതിൻ്റെ 12-ാം അധ്യായം വീണ്ടും വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ 9-ാം വാക്യം മുതൽ, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവിൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ നാം ചിന്തിക്കുവാനിടയായല്ലോ. 10-ാം വാക്യത്തിൽ സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുക. ഇന്നലെയും ഞാൻ അല്പം പറയുവാനിടയായി. ഇന്ന് നമ്മുടെ ഇടയിൽ ബഹുമാനം കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഇരിക്കുന്നത്. ആദ്യം തന്നെ നാം ദൈവത്തെയാണ് ബഹുമാനിക്കേണ്ടത്. ദൈവത്തിന് പൂർണ്ണമായി ബഹുമാനം കൊടുക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെയും ബഹുമാനിക്കാനായിട്ട് കഴിയും. എൻ്റെ ചെറുപ്പത്തിലൊക്കെയും പ്രായമായവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും ബഹുമാനിക്കുന്നതായ ഒരു കാര്യമുണ്ടായിരുന്നു. ഇവിടൊക്കെ ഇന്ത്യയിലും ഞാൻ ബീഹാറിലൊക്കെ കണ്ടത്, പ്രായമുള്ളവരുടെ കാല് തൊട്ട് അവർ വണങ്ങുന്ന അവസ്ഥയുണ്ട്. ബഹുമാനാർത്ഥമാണ് കാണിക്കുന്നത്. ദൈവവചനമനുസരിച്ച് ആ വിധത്തിൽ ചെയ്യേണ്ടതായ കാര്യമില്ല, ഞങ്ങൾ ചെയ്യാറില്ല. എങ്കിലും ബഹുമാനിക്കുന്ന എന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ നാളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് മലയാളികൾ ഒക്കെ ഞാൻ കാണുന്നത്, മാതാപിതാക്കളെ ബഹുമാനിക്കാൻ കഴിയാത്ത, പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നു. മാതാപിതാക്കളെക്കാൾ അവർ അറിവുണ്ടെന്നവർ ചിന്തിക്കുന്നു. തീർച്ചയായിട്ടും അറിവുണ്ട്. അതുപോലെ പല കാര്യങ്ങൾക്കും അവർക്ക് നല്ല ജ്ഞാനമുണ്ട്. കമ്പ്യൂട്ടർ സംബന്ധമായ കാര്യമാകട്ടെ, മൊബൈൽ സംബന്ധമായ കാര്യമാകട്ടെ, ലോകത്തിലെ പല അറിവുകളാകട്ടെ. എന്നോടുള്ള ബന്ധത്തിൽ ഞാൻ ആ കാര്യത്തിലൊക്കെ വളരെ അറിവില്ലാത്ത ഒരു വ്യക്തിയാണ്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ധാരാളം അറിവുണ്ട്. ആ അറിവുള്ളതുകൊണ്ട് അവർ മാതാപിതാക്കളെക്കാൾ വലിയവരാകുന്നില്ല. മാതാപിതാക്കളെ ബഹുമാനിക്കുവാൻ, തങ്ങളെ ജനിപ്പിച്ച് വളർത്തി പഠിപ്പിച്ച് ഒരു സ്ഥാനത്തെത്തിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കനുസരിച്ചാണ് അത് നടക്കുന്നത്. അങ്ങനെയുള്ള മാതാപിതാക്കളെ ബഹുമാനിക്കുവാൻ, അത് ദീർഘായുസിനും അവരുടെ നന്മയ്ക്കും ഇടയായി തീരും എന്ന് വേദപുസ്തകം പറയുന്നു. ഇവിടെ പറയുന്നത് മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിലുപരിയായി തമ്മിൽ സഹോദരപ്രീതി കാണിക്കണം. ഞാൻ ചെറിയ ജാതിയോ വലിയ ജാതിയോ, വലിയ ജോലിക്കാരനോ ചെറിയ ജോലിക്കാരനോ, വിദ്യാസമ്പന്നനോ വിദ്യാവിഹീനനോ എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരാൻ പാടില്ല. ഞങ്ങൾ ഇന്നലെ ഒരു സഭയിൽ കോട്ടേജ് മീറ്റിംഗ് കഴിഞ്ഞാണ് വന്നത്. പാവപ്പെട്ട സാധാരണ വിശ്വാസികളാണ്. അവിടുത്തെ ആ സുവിശേഷകൻ ആ വിശ്വാസികളെ ബഹുമാനിക്കുന്ന രീതി കണ്ടിട്ട് എനിക്ക് വളരെ ഹൃദയത്തിൽ സന്തോഷം തോന്നാനിടയായി. ഒരിക്കലും അവരോട് ഒരു താഴ്ന്ന നിലയിൽ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ അവരെ ആദരിക്കുന്ന, അവരെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ കാണുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പരസ്പരം സ്നേഹിക്കുവാൻ, പരസ്പരം ബഹുമാനിക്കുവാൻ കർത്താവ് നമ്മളോട് കാണിച്ച ആ രീതി, അത് പിന്തുടരുവാൻ തക്കവണ്ണം നമ്മുടെ മാതൃകാ പുരുഷൻ കർത്താവാണല്ലോ. ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. മറ്റൊരു കാര്യം ഇവിടെ പൗലോസ് പറയുന്നത്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ. പലപ്പോഴും ആരംഭ സമയങ്ങളിൽ കർത്താവിലേക്ക് വന്ന പലരും വളരെ ഉത്സാഹികളായി, വളരെ എരിവുള്ളവരായി ജീവിക്കാറുണ്ട്. എന്നാൽ സമയം കഴിയുമ്പോൾ സാഹചര്യങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി മാറുമ്പോൾ അവർ സാധാരണ പോലെ ഉത്സാഹത്തിൽ മടുത്തവരായി, മീറ്റിങ്ങിന് സമയമുണ്ടെങ്കിൽ വരിക,
ആരാധനയ്ക്ക് സമയമുണ്ടെങ്കിൽ വരിക. അവരുടെ ബുദ്ധിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്ന രീതിയിലേക്ക് എത്താറുണ്ട്. എന്നാൽ ദൈവ മക്കൾ, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കുന്ന മക്കൾ, അവർ ഈ ലോകത്തിൽ ആയിരിക്കുന്ന കാലഘട്ടത്തോളം ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുക, കർത്താവിനെ ആരാധിക്കുക. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ കാര്യത്തിൽ അല്പമായ മടിയോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ തെറ്റുകളെ ഏറ്റുപറയാം. ഇതൊക്കെ നമ്മുടെ പാപമാണ്. ആത്മാവിൽ എരിവില്ലാതെ നാം ഉത്സാഹമില്ലാതെ കർത്താവിനെ സേവിക്കുന്നവരാണെങ്കിൽ, എൻ്റെ സമയമനുസരിച്ച് എൻ്റെ പ്ലാൻ അനുസരിച്ച് ക്രമീകരിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അത് വലിയ പാപമാണ്. നമ്മുടെ പ്രയോറിറ്റി കർത്താവിന് കൊടുക്കുക എന്നുള്ളതാണ്. കേൾവിക്കാരായ എല്ലാവരെയും വലിയവനായ ദൈവം സഹായിക്കട്ടെ. ആരെങ്കിലും ഈ നല്ല കർത്താവിനെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് രാവിലെ ഈ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആശ്വാസദായന കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾ കർത്താവിലേക്ക് കടന്നു വരിക. നിങ്ങളുടെ ജീവിതം ധന്യമായിത്തീരും, ദൈവത്തിൻ്റെ മകനായിത്തീരും, നിത്യത ഉറപ്പ് ലഭിക്കും, സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായിത്തീരും. അങ്ങനെ ആരും ഈ സത്യം അറിയാതെ നിത്യനരകത്തിലേക്ക് പോകാൻ ഇടയാകരുതെന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ സന്ദേശം അവസാനിപ്പിക്കുന്നു. നമുക്ക് അന്യോന്യം ബഹുമാനിക്കുവാൻ, ആത്മാവിൽ എരിവുള്ളവരായ കർത്താവിനെ സേവിക്കുവാൻ വലിയവനായ ദൈവം സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഒരു പ്രഭാതം കൂടി നൽകി നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ ദിവസം ഞങ്ങളെ പൂർണ്ണമായി നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ വിശ്വസ്തയോടെ ചെയ്യുവാൻ, കർത്താവിന് ഹിതകരമായി ജീവിക്കുവാൻ ഓരോ ദിവസവും ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവിൽ എരിവുള്ളവരായി നിന്നെ സേവിക്കുവാൻ നീ സഹായിക്കണമേ. കർത്താവെ, അന്യോന്യം ബഹുമാനിക്കുവാൻ തക്കവണ്ണം, കർത്താവെ, സഹോദരപ്രീതിയിൽ ജീവിക്കുവാൻ നീ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.